ഹായ് ഫ്രണ്ട്സ്, ഞാൻ ചീര കറി തോരൻ വെക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോ കാണിച്ചായിരുന്നു നമ്മുടെ മുറ്റത്തുനിന്ന് പറിച്ചത്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് കഴുകി അരിയാൻ പോണേണ്. ചീര ഞാനിപ്പോൾ അരിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് തോരൻ വെക്കണത് കാണിച്ചു തരാം. സാധാരണ ചീര വെക്കുന്ന പോലെ തന്നെയാണെന്ന് പറഞ്ഞത്. ഞാൻ ഇതുവരെയും കഴിച്ചിട്ടില്ല. പാചകം ചെയ്യുന്നതും ആദ്യമായിട്ടാണ്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നു. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതേ. അപ്പോൾ ഞാൻ തോരൻ വെച്ച് കാണിച്ചു തരാം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങയും മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മുടെ വീട്ടിലുണ്ടായ വയലറ്റ് മുളകാണ്. ഇത് മൂന്നും കൂടി നന്നായിട്ട് അടിക്കണം. ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. എന്നിട്ട് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം പോകാനായിട്ട് വെച്ചേക്കണതാണ്. മൺചട്ടിയിലാണ് ഞാൻ വെക്കുന്നത്. ഞാനൊരു വീഡിയോ കണ്ടതാണ് ഈ ചീര വെക്കുമ്പോൾ അലൂമിനിയം പാത്രത്തിൽ വെക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മൺചട്ടിയാണ് എടുത്തേക്കണത്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടാകുമ്പോഴേക്കും കടുക് ഇടുന്നുണ്ട്. കടുക് പൊട്ടിക്കാനായിട്ടും മാറി നിൽക്കണേ, അല്ലെങ്കിൽ പണി പാളും. ഏറ്റവും പേടിയുള്ള കാര്യമാണ് കടുക് പൊട്ടിക്കൽ. അപ്പോൾ നമ്മൾ കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോഴേക്കും കറിവേപ്പിലയും സവാളയും ഇട്ടിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് നല്ലോണം വഴന്നുവരെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് കുറച്ച് ഉപ്പ് മാത്രമേ ഇടണുള്ളൂ. അത് വരുന്നതുകൊണ്ടല്ല, കുറച്ച് ഉപ്പ് മാത്രമേ ഇടണുള്ളൂ. അതിൻ്റെ കൈക്കണക്കാണ്. പിന്നെ വേറൊന്നുമല്ല, ചീര ഇട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ ഇടുമ്പോൾ കുറേ തോന്നും, സംഭവം എന്ത് വരുമ്പോൾ ചുരുങ്ങിപ്പോവും. അപ്പോൾ ഉപ്പ് കൂടേണ്ടതാണെന്ന് വിചാരിച്ച് ഇപ്പോൾ സവാള ജസ്റ്റ് ഒന്ന് ഇതാകുമ്പോൾ മാത്രം ഇട്ട് ഇത്തിരി ഉപ്പ് ചേർത്തിട്ടുള്ളൂ. പിന്നെ ചീര ഒന്ന് വഴന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഉപ്പ് നോക്കിയിട്ട് ഇടാം. അല്ലെങ്കിൽ പിന്നെ ഇടുമ്പോൾ കുറേ തോന്നുമല്ലോ, സംഭവം ചുരുങ്ങി വരും, എന്ത് വരുമ്പോൾ ചുരുങ്ങും. പിന്നെ ഇത്തിരി മാത്രമേ ഞാൻ ചീര എടുത്തിട്ടുള്ളൂ. കാരണം ഈ ചീര ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് ആദ്യമായിട്ട് ഉണ്ടാക്കലും കഴിക്കലൊക്കെ ആയതുകൊണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലാന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് മാത്രമേ ഇപ്പോൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് സവാള നന്നായിട്ട് വഴറ്റാം. നമ്മുടെ സവാള നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ചീര ഇട്ട് കൊടുക്കാം. ചീര നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിന് വാടി വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് തേങ്ങ കൊടുക്കുക. നന്നായിട്ട് ഇത് വാടണം, നന്നായി കുക്കാവണമെന്ന് പറഞ്ഞ ചീര. അപ്പോൾ ഞാൻ ഇളക്കി കൊടുക്കാം. നന്നായി ചുരുങ്ങി വന്നിട്ടുണ്ട്. സാറിന് ഇപ്പോൾ ഇട്ടിക്കോളുള്ളൂ. അപ്പം അടച്ച് വെച്ച് വേവിക്കാൻ പാടില്ലെന്ന് എനിക്കറിയാൻ പറ്റിയ സംഭവം ഞാൻ വെച്ചിട്ടില്ല. അപ്പോൾ ഒരു വീഡിയോ പറഞ്ഞാണ് നമ്മളിത് തുറന്ന് വെച്ചിട്ടാണ് കുക്ക് ചെയ്യാമെന്ന്. ഞാനിവിടെ കുക്ക് ചെയ്ത് നോക്കിയാണ്. രുചി ഇഷ്ടപ്പെടുമെന്ന് അറിയാൻ പറ്റില്ല. കാരണം പിന്നെ ഇത്തിരിക്കോളുള്ളെങ്കിലും കുഴപ്പമില്ല. എങ്ങനെ നോക്കിയിട്ട് ഇനിയും പഠിച്ചിട്ട് വെക്കാമല്ലോ. അപ്പോൾ ചീര നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും പൊടി അടിച്ചെടുത്തതാണ് മിക്സിയിൽ. നന്നായിട്ട് ഇത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ട് ചേർന്ന് തേങ്ങയാണ് കൂടുതലെന്ന് അറിയാൻ പറ്റും. കാരണം ഇത് ചുരുങ്ങി വെന്ത് വന്നപ്പോഴേക്കും വാടി വന്നപ്പോഴേക്കും നന്നായിട്ട് ചുരുങ്ങി. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് എങ്ങനെയാണെന്നുള്ള ഒരു സാധാരണ ചീര വെക്കണ പോലെ തന്നെയാണെങ്കിൽ ടേസ്റ്റ് ചിലപ്പോൾ ഇതിൽ വ്യത്യാസം നമുക്ക് സാധാരണ ചീര വെക്കണ പോലെ മുട്ടയിട്ട് വെക്കാനാണ്. ആദ്യം ഇതെങ്ങനെ നോക്കട്ടെ, എന്നിട്ട് നമുക്ക് മുട്ടയിട്ട് വെക്കാൻ നോക്കാം. അത് നമ്മൾ പിള്ളേർക്കും ഇഷ്ടപ്പെടും. ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. കാരണം നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുള്ളൂ. കൂടി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. സംഭവം ഇതുപോലെ ആവുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ചുരുങ്ങി പോകുമല്ലോ, അപ്പം എനിക്ക് ഉപ്പ് കൂടുതലാവുണ്ടല്ലോ. നമ്മൾ ചീര ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കോള് വന്ന് അപ്പോൾ ഇനി കഴിച്ച് നോക്കിയിട്ട് ഞാൻ അഭിപ്രായം പറയാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സാധാരണ പോലെ തന്നെ ചീര പോലെ തന്നെ കൊള്ളാം.